ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന ഇഷിതയുടെയും മഹിഷിന്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ഇഷിത വന്നപ്പോഴേക്കും മഹേഷിന്റെ വൈഫ് വന്നല്ലോ എന്ന് സൗമിനി മാഡം ഇങ്ങനെ പറയാണ്. എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്, എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ. ഇഷിതയാണെങ്കിൽ മഹേഷിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. മഹേഷാണ് ഇഷിതയുടെ മുഖത്ത് പോലും നോക്കാതെ കുനിഞ്ഞു നിൽക്കുക. ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പോയത് നമ്മുടെ പ്രഭുമാഷ് തന്നെയാണ്. ഹലോ ഇഷിത, മഹേഷ് പറഞ്ഞു ഏതോ അർജൻറ്റ് കേസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൽ പോയതാണ് എന്ന്. അപ്പോൾ ഇഷിത പറഞ്ഞു അതെ, എമർജൻസി കേസായിരുന്നു, അതിൻ്റെ ആവശ്യം കഴിഞ്ഞു, അതുകൊണ്ട് ഞാനിങ്ങ് പോന്നതാ. ഓ, ഇവളോ ഭാര്യയോ, പണി ഞാൻ കൊടുക്കാം എന്നും സ്വപ്നവലി മനസ്സ് വിചാരിച്ച് ഇവർക്കരികിലേക്ക് ചെല്ലാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും മഹേഷ് പറഞ്ഞു അമ്മയൊന്ന് വന്നേ. അങ്ങനെ മഹേഷ് ഈ സ്വപ്നവലിയും കുട്ടി അകത്തേക്ക് പോവാണ്. അമ്മേ, ഞാൻ പറയുന്നത് ബഹളം വെക്കാതെ കേൾക്കണം. എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇഷിത വന്നത്. എൻ്റെ ഭാര്യയാണ് ഇഷിത എന്ന് രാജേഷ് പിള്ള സാറും ഫാമിലിയും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോജക്റ്റ് എൻ്റെ കയ്യിൽ നിന്ന് പോകും. ആണോ? അതുകൊണ്ടാണ് അവൾ വന്നത്? അതെ, അമ്മ ഇഷിതയുടെ മുമ്പിൽ അമ്മായിയമ്മയായിട്ടൊന്ന് അഭിനയിക്കണം. അത് ഞാൻ ഏറ്റു. നീ വാ ഇങ്ങോട്ട്, ഒന്നങ്ങോട്ട് മാറ് എന്നും പറഞ്ഞിട്ട് സ്വപ്നവല്ലി ചെന്ന് മോളെ ഇഷിതേ, ക്ഷീണിച്ച് വന്നതല്ലേ മോളെ, നീ കഴിക്കാൻ എന്തെങ്കിലും അമ്മ എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇഷിത അന്തം വിട്ടിങ്ങനെ നിൽക്കുക. ഇഷിത എന്നിട്ട് പറഞ്ഞു വേണ്ട, മരുമോളോട് അമ്മായിയമ്മയ്ക്ക് എന്താ സ്നേഹം, എൻ്റെ അമ്മായിയമ്മ ഇത്രയും പോരാ എന്ന് സൗമിനി പറയുക കേട്ടോ. അപ്പോഴേക്ക് സ്വപ്നവല്ലി പറഞ്ഞു ഞാൻ എൻ്റെ സ്വന്തം മോളായിട്ടാണ് എൻ്റെ ഇഷിത മോളെ കാണുന്നത്. പ്രഭുമാഷ് അന്തം വിട്ടിങ്ങനെ നോക്കുകയാണ് കേട്ടോ. മഞ്ജുമയ്ക്കും ഒന്നും മനസ്സിലായില്ല. മഞ്ജുമയും രാമനാഥനൊക്കെ കിളിപാറി ഇങ്ങനെ നിൽക്കുക. ഇനി താമസിക്കേണ്ട, നമുക്ക് കേക്ക് മുറിച്ചാലോ എന്ന് രാജേഷ് പിള്ള സാറ് പറഞ്ഞു. ആയിക്കോട്ടെ, വാ ചിപ്പി മോള് കേക്ക് മുറിക്കാനായിട്ട് വന്നേ എന്നിങ്ങനെ പറഞ്ഞു. നമ്മുടെ മഹേഷും ചിപ്പി ഇങ്ങനെ നിൽക്കുകയാണ് കേക്ക് മുറിക്കാനായിട്ട്. അപ്പോഴേക്ക് സൗമിനി പറഞ്ഞു അയ്യോ ദേ, അമ്മ കൂടി അങ്ങോട്ടേക്ക് പോയി നിൽക്കുക, ചിപ്പിയുടെ അമ്മ കൂടി അങ്ങോട്ടേക്ക് പോയി നിൽക്കുക, മഹേഷിൻ്റെ അടുത്ത് നിൽക്കുക എന്ന് പറഞ്ഞു. ചിപ്പി നടുക്ക്, അമ്മയും അച്ഛനും രണ്ട് സൈഡിൽ അങ്ങനെ നിർത്തി. പ്രഭുമാഷിന് ഇതൊന്നും കണ്ടിട്ട് അങ്ങോട്ട് സഹിക്കാൻ പറ്റിയില്ല. പ്രഭുമാഷ് ഒറ്റ പോക്ക് അവിടെ നിന്ന് കേട്ടോ. കുറച്ച് നേരം നമ്മുടെ പ്രഭുമാഷ് ഇഷിത ഇങ്ങനെ നോക്കി നിന്നു. ഇഷിതയ്ക്കാണെങ്കിലും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. എന്തായാലും പ്രഭുമാഷ് അങ്ങ് പോയി, കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ നടന്നു. അങ്ങനെ പിറന്നാൾ ആഘോഷം പൊടി പൊടിച്ചു. അതിനുശേഷം പിറന്നാൾ ആഘോഷം കഴിഞ്ഞ് കുഞ്ഞിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി ചിപ്പിയെ ഇഷിത രചനയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇറങ്ങി വരികയാണ്. അവർ കാറിലേക്ക് കയറുന്നതിന് മുമ്പ് ചിപ്പിയോട് ചോദിച്ചു, ചിപ്പി ഹാപ്പി അല്ലേ? 2 ദിവസം നമ്മൾ ആഘോഷിച്ചില്ലേ, വാട്ടർ തീം പാർക്കിൽ ബർത്ത്ഡേ സെലിബ്രേഷൻ അടിച്ചു പൊളിച്ചില്ലേ? അപ്പോഴേക്കും ചിപ്പിമോള് പറഞ്ഞു മോള് ഹാപ്പിയാ, മോളുടെ അമ്മയുടെ അടുത്ത് കൊണ്ടുപോയതിന് ശേഷം ഹാപ്പി ആയിട്ടേ ഇല്ല മോള്. അവിടെ മോളെ ആരും സ്നേഹിക്കില്ല, എന്നെ സ്നേഹിക്കാനും എനിക്ക് കൂട്ടായിട്ട് ആരുമില്ല. മോളെ ഒരു ദിവസം അമ്മ തല്ലി. അപ്പോഴേക്കും ഇഷിത ഒന്ന് ഞെട്ടിട്ടോ. വേദനിക്കാതെ തല്ലിയതാകും. അല്ല, വേദനിച്ചു, നല്ല വേദനിച്ചു. കുരുത്തക്കേട് കാണിച്ചോ? ഇല്ല. എന്നാൽ ഇനി തല്ലുമ്പോഴേ എന്നെ വിളിക്കണം, അമ്മയ്ക്ക് നല്ല തല്ല് കൊടുക്കാം കേട്ടോ. എന്നാൽ ശരി, വണ്ടിയിലേക്ക് കയറാം എന്നൊക്കെ പറഞ്ഞ് വണ്ടിയിലേക്ക് കയറാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോഴും കൊച്ചി ചോദിച്ചു ഷിയാമയെ പിന്നെ പോയാൽ പോരെ? അയ്യോ, ഷിയാമ്മ പറഞ്ഞതല്ലേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാമെന്ന്. അമ്മ ഏൽപ്പിച്ചിട്ട് തിരിച്ചേൽപ്പിച്ചില്ല എങ്കിൽ പിന്നെ എൻ്റെ ഒപ്പം വിടില്ല. മോൾക്കിപ്പോൾ ചക്കിയെ പോലും കാണാൻ പറ്റുന്നില്ലല്ലോ. ചക്കി ഒരു ദിവസം കൊണ്ട് കാണിക്കാട്ടോ. അല്ല, ബർത്ത്ഡേക്ക് ചക്കിയെ വിളിക്കേണ്ടതല്ലായിരുന്നോ? വിളിച്ചില്ലല്ലോ. അതിനെന്താ, അടുത്ത ബർത്ത്ഡേക്ക് വിളിക്കാമല്ലോ. എന്തായാലും ഈ 2 ദിവസം മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്നറിയോ? ഷിയാമ്മ മോളുടെ അമ്മയുടെ അഭിനയിച്ചതാണോ? അതല്ലേ? അതെ, അടുത്ത ബർത്ത്ഡേക്ക് ആക്ട് വേണ്ട. പിന്നെ അടുത്ത ബർത്ത്ഡേക്ക് ആക്ട് വേണ്ട, ശരിക്കും എൻ്റെ അമ്മയായാൽ മതി. ഇഷ്ടത്തേക്ക് ഉത്തരവില്ലാതെ നിൽക്കുക കേട്ടോ. ഷിയാമ്മയുടെ എടുത്ത് കളഞ്ഞാൽ പോരെ, അപ്പം അമ്മയാവൂലോ. അങ്ങനെ ഇഷിത ഉത്തരം മുട്ടി ഇങ്ങനെ നിന്നപ്പോഴാണ് രാമനാഥൻ അങ്ങോട്ടേക്ക് വന്നത്. ദേ അച്ചച്ചൻ വരുന്നു, അച്ചച്ചാന്നും പറഞ്ഞു കൊച്ചു ഓടിച്ചെന്ന് അച്ചച്ചനെ കെട്ടിപ്പിടിച്ചു. അച്ചച്ചൻ എടുത്തോണ്ട് വരികയാണ് കൊച്ചിനെ ഇഷിതയുടെ അരികിലേക്ക്. കുഞ്ഞിനെ കൊണ്ടാക്കാൻ പോവാണോ? എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല കേട്ടോ. കുഞ്ഞിനെ എല്ലാവർക്കും ഒന്ന് കാണാൻ പറ്റി, എന്തായാലും ബർത്ത്ഡേ ആഘോഷിക്കാനും പറ്റി. ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദിയുണ്ട്. നമ്മൾ ചിലരെയൊക്കെ അകലെ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാവില്ല, പക്ഷേ അവരോട് അടുത്ത് കഴിയുമ്പോഴേ നിർമ്മലമായ ഹൃദയത്തിൻ്റെ ആ ഒരു സ്നേഹം മനസ്സിലാവുള്ളൂ. അതുപോലെ പ്രഭുമാഷ് എത്ര നല്ല മനുഷ്യനാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു. മാത്രമല്ല പ്രഭുമാഷിനെ എത്രത്തോളം ഞങ്ങൾ സങ്കടപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞപ്പോൾ സാർ ആ ചാപ്റ്റർ ക്ലോസ് ആയതല്ലേ, അത് വേണ്ട. അല്ല, ഇന്നലെ രാത്രി ഞങ്ങൾ മനസ്സ് തുറന്ന് സംസാരിച്ചു. ആ സമയത്താണ് ഇഷിതയും മഹേഷൊക്കെ തിരിച്ചെത്തുന്നത് ഞങ്ങൾ കണ്ടു. അപ്പോഴേക്ക് ഇഷിത ചോദിച്ചു അച്ഛൻ കണ്ടോ ഞങ്ങൾ വരുന്നത്? മാഷ് അത് കാണുകയും ചെയ്തു, മാഷിന് ഒത്തിരി ഇഷ്ടമാവുകയും ചെയ്തു. അല്ല, മാഷ് അത് പറഞ്ഞില്ല എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രാമനാഥൻ പറഞ്ഞു മാഷിൻ്റെ സങ്കടം മാഷിൻ്റെ മോളുടെ വിവാഹം നടക്കാത്തതാണ്, അതുപോലെ എൻ്റെ സങ്കടം എൻ്റെ മോൻ്റെ വിവാഹം നടക്കാത്തതാണ്.
അപ്പോഴേക്കും ചിപ്പിമോള് പറഞ്ഞു, ഇതിനൊക്കെ പരിഹാരം ഉണ്ടല്ലോ, അച്ചച്ചൻ്റെ മകനെ മാഷിൻ്റെ മകളെ കൊണ്ട് അങ്ങോട്ട് കെട്ടിച്ചാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഇഷിത അന്നേരം ഒന്ന് ഞെട്ടിട്ടോ. ഇഷിത ചിപ്പിമോളോട് പറഞ്ഞു, സമയം വൈകി, ചിപ്പിയെ കൊണ്ടുവിട്ടിട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം, എന്നാൽ ചിപ്പിമോള് പോയിട്ട് വാട്ടോ എന്നൊക്കെ പറഞ്ഞ ശേഷം ടാറ്റയൊക്കെ കൊടുത്ത് ഇഷിതയും ചിപ്പിയും കൂടെ അവിടെ നിന്ന് പോവാണ്. ഇതേ സമയം നമ്മുടെ ആകാശ് ചെന്നൈ ട്രിപ്പൊക്കെ ഒഴിവാക്കിയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. രചന പിണങ്ങി തിരിഞ്ഞിങ്ങനെ ഇരിക്കുക. കുറേ ഗിഫ്റ്റും കാര്യങ്ങളും ഒക്കെ മേടിച്ചുകൊണ്ടാണ് ആകാശ് വന്നിരിക്കുന്നത്. എന്തു പറ്റി എൻ്റെ ഭാര്യയെ ഈ പിണങ്ങി ഇങ്ങനെ ഇരിക്കുന്നത്? ഈ നക്ഷത്രം പോലത്തെ മുഖമൊന്ന് തെളിയട്ടെ. തെളിയില്ല? തെളിയിക്കാൻ പോകുന്നത് താൻ കണ്ടോ? ഇതെല്ലാം ഞാൻ ചിപ്പിക്ക് മേടിച്ചതാ, എന്നിട്ടും തെളിഞ്ഞില്ല കേട്ടോ. അയ്യോ, ഇപ്പോഴും തെളിയുന്നില്ലേ? എന്നാൽ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഞാനേ എൻ്റെ ചെന്നൈ ട്രിപ്പ് അങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പോഴേക്കും നമ്മുടെ രചന ഒന്ന് നോക്കി ചിരിച്ചു കേട്ടോ. പകുതി ചിരിച്ചു, പകുതി വിടർന്നു മുഖം. അടുത്ത ചെന്നൈ യാത്ര താനുമായിട്ട് മാത്രം. അപ്പോഴേക്കും രചന ഭയങ്കരമായിട്ട് സന്തോഷത്തോടു കൂടി ഇവനെ കെട്ടിപ്പിടിക്കുക കേട്ടോ. താനില്ലാതെ എനിക്ക് എന്ത് യാത്രയാടോ. അപ്പോഴേക്കും രചന പറഞ്ഞു, ആകാശ്, നിൻ്റെ കൂടെ ഞാനില്ലാതായാൽ അതിനർത്ഥം ഞാൻ ജീവിച്ചിരിക്കില്ലെന്നാണ്. എൻ്റെ വിശ്വാസത്തിൽ പോലും ആകാശ് നീ മാത്രമേ ഉള്ളൂ, ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. അല്ല, ചിപ്പിമോൾ എവിടെ? ഞാൻ വിളിച്ചിരുന്നു, അവൾ പുറപ്പെട്ടു എന്നാണ് പറഞ്ഞത്. എന്തായാലും ചിപ്പിയെ നമ്മൾ നന്നായിട്ട് നോക്കുന്നുണ്ടെന്ന് ഇഷിതയെ ബോധ്യപ്പെടുത്തണം. ഇഷിതയ്ക്ക് ഞാനൊരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്, വില കൂടിയൊരു വാച്ചാണ്. ഇഷിതയെ കേസിനായിട്ട് നമ്മുടെ കൂടെ തന്നെ നിർത്തണം. ആ സമയത്ത് പുറത്ത് കാറ് വന്നു. ഇഷിത ചോദിച്ചു, ഞങ്ങൾ വൈകിയോ? ഇല്ല, വെൽക്കം ഡോക്ടർ ഇഷിത. അയ്യോ, കാണുമ്പോഴൊക്കെ ഡോക്ടർ എന്ന് പറയണ്ട, ഇഷിതാന്ന് വിളിച്ചാൽ മതി. ഹോസ്പിറ്റലിൽ വരുമ്പോൾ മാത്രം ഡോക്ടർ മതി. എന്തായാലും ചിപ്പിമോളെയും ചേർത്ത് പിടിച്ച് ആകാശ് അകത്തേക്ക് ചെന്നിട്ട്, ഇതൊക്കെ മോക്കുള്ളതാ, നോക്കിക്കേ. അപ്പോൾ കുറേ ടോയ്സും കാര്യങ്ങളും ഒക്കെയാണ്. കൊച്ചിന് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഹായ് എന്നും പറഞ്ഞ് കൊച്ച് അതും വെച്ച് കളിക്കുക. മോള് ഹാപ്പിയല്ലേ? മോളെ ഹാപ്പിയാക്കിയാണ് അങ്കിളുടെ ആൻറ്റിയുടെയും ജോലി, അങ്കിളുടെ അമ്മയുടെയും ജോലി. മോൾക്ക് എന്നും ഹാപ്പി ആയിട്ടിരിക്കാൻ ഞങ്ങൾ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് ഓരോ ഗിഫ്റ്റൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കുകയാണ്. അവസാനം നമ്മുടെ ഇഷിതയ്ക്കും ഒരു ഗിഫ്റ്റ് എടുത്ത് അങ്ങോട്ട് കൊടുക്കുക. ഇഷിതയ്ക്ക് വേണ്ടി വാങ്ങിച്ച ഗിഫ്റ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വളരെ സ്നേഹത്തോടെ, സോറി കേട്ടോ, ഇതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. മാത്രമല്ല കൊച്ചിന് മേടിച്ച ഉടുപ്പുകളുടെ ഒക്കെ കൂട്ടത്തിൽ മോൾക്ക് ഇഷ്ടപ്പെട്ട കളറാ എന്നൊക്കെ പറഞ്ഞ് ആകാശ് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇഷിത പറഞ്ഞു, കുഞ്ഞിൻ്റെ ഫേവറേറ്റ് കളർ പിങ്കാണ്. അപ്പം ചിപ്പിയും പറഞ്ഞു കേട്ടോ, അതെ പിങ്കാ, എന്നാലും ഇത് നല്ല ഉടുപ്പായി എന്ന് ഇഷിത ഇങ്ങനെ പറഞ്ഞു. എന്തായാലും ചിപ്പിയോട് യാത്ര പറഞ്ഞ് ഇഷിത പോകാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പോഴേക്കും പതുക്കെ രചന പുറകെ ചെന്നു. അതെ ഇഷിത, ഒരു കാര്യം പറയട്ടെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, കോടതിയിൽ ചിപ്പിയുടെ കേസിൻ്റെ വിധി അടുത്ത ആഴ്ച. ഇഷിത എനിക്കായിട്ട് കോടതിയിലൊന്ന് സംസാരിക്കണം. ഞാൻ കേസുമായിട്ട് എന്താ ബന്ധം? അപ്പോഴേക്കും ആകാശി എന്ന് ഇടപെട്ടു കേട്ടോ. ഒരു മൊഴി കൊടുത്താൽ കേസ് ഞങ്ങൾ ജയിക്കാൻ സഹായിക്കും. അപ്പോഴേക്കും ഇഷിത പറഞ്ഞു, എനിക്ക് മനസ്സിലാവുന്നില്ല, ചിപ്പിയുടെ കേസ് 2 കുടുംബങ്ങൾ തമ്മിലുള്ളതാണ്. ഞാൻ അതിൽ മെമ്പറാകാൻ എനിക്ക് ആഗ്രഹവുമില്ല. മഹേഷിൻ്റെ ചാനൽ ഇൻ്റർവ്യൂവിൽ ഇഷിത മഹേഷിനെതിരെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരുന്നല്ലോ, സെയിം സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് കോടതിയിൽ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഒരിക്കൽ കൂടി സ്നേഹപുരസരം ഞാനത് നിഷേധിക്കുന്നു, സോറി എന്നും പറഞ്ഞിട്ട് ചിപ്പിമോളോട് യാത്ര പറഞ്ഞു ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് നമ്മുടെ ഇഷിത പോവാ. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും രചനയോട് ഒരു വാക്ക് ചോദിച്ചു. രചന ചിപ്പിയുടെ അമ്മ തന്നെയല്ലേ? ചിപ്പിയെ ഒരുപാട് സ്നേഹിക്കുന്ന അമ്മ കോടതിയിൽ നിന്ന് ചിപ്പിയെ കിട്ടാനായിട്ട് കേസ് പറയുന്ന അമ്മ. അതെന്താ സംശയം? അല്ല, കൊച്ചിൻ്റെ പിറന്നാളെന്നാ? ജന്മദിനം അത് അടുത്ത മാസമാണെന്നാ തോന്നുന്നു. കൃത്യമായിട്ട് അറിയില്ല അല്ലേ രചന? ചിപ്പിയുടെ ജന്മദിനം ഇന്നായിരുന്നു, ഇന്ന്. രചന അത് ഓർത്തില്ല, രചന അത് അറിഞ്ഞില്ല. പക്ഷേ മഹേഷും കുടുംബവും അത് ഗംഭീരമായിട്ട് ആഘോഷിച്ചു. ചിപ്പി വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ, താങ്ക് യു ഷ്യാമേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. എന്തായാലും നമ്മുടെ ആകാശിൻ്റെയും രചനയുടെയും പ്ലാൻ ചെറുതായിട്ടൊന്ന് പാളി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പ്രഭുമാഷാണെങ്കിൽ ആകെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ ഈശ്വരിയും മഹേഷും കൂടി ഒരുമിച്ച് വന്നിറങ്ങുന്നതും കേക്ക് മുറിക്കുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നതായിരിക്കാം ചിന്ത. അതൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ഒരു സമയത്താണ് ഇവൾ ജോലി കഴിഞ്ഞ് വരുന്നത്. അച്ഛൻ്റെ ഈ ഇരിപ്പ് കണ്ടിട്ട് അടുത്ത് വന്നിരുന്നു. എത്ര സമയമായി? എത്ര മണിയായപ്പോഴും ഇവിടെ വന്നിരുന്നത്? ഒരു 7 മണിയായി കാണും. അപ്പം 2 മണിക്കൂറായിട്ട് ഇവിടെ തപസ്. എന്തോ സീരിയസ് മാറ്റർ ആണല്ലോ. വലിയ സീരിയസ് ഒന്നും അല്ല. പിന്നെ എന്താ 2 മണിക്കൂർ ചിന്ത? അതോ സാഹിത്യരചന തുടങ്ങാമെന്ന് വിചാരിച്ചോ? ഞാൻ എത്ര നാളായിട്ട് പറയണോ ശ്രമിച്ചു നോക്കാനായിട്ട്. ലിറ്ററേച്ചറിലൊക്കെ നല്ല അറിവല്ലേ? എന്തായാലും ഞാൻ പഴയൊരു കഥ ആലോചിക്കുകയായിരുന്നു. 2 വീട്ടുകാർ ഒരു മതിലിന് അപ്പറേ ഇപ്പറേ. ഒരു വീട്ടിൽ പോലീസുകാരനാണ്, കർക്കശക്കാരൻ. ആ പോലീസുകാരനൊരു മുയലുണ്ടായിരുന്നു. തൊട്ടിപ്പുറത്തെ വീട്ടിലൊരു പെൺകുട്ടി. ആ പെൺകുട്ടിക്കടുത്തേക്ക് ഈ മുയൽ എപ്പോഴും ഓടി വരുമായിരുന്നു.
അപ്പോൾ പോലീസുകാരൻ വഴക്ക് പറയും. പോലീസുകാരൻ ഈ മുയലിനെ സ്നേഹിച്ചിരുന്നത് പോലും ദേഷ്യപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടിയുടെ അരികിലേക്ക് മുയൽ എത്തുന്നത് എന്നറിയില്ല എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കഥ ഇപ്പോഴെങ്ങാനും തീരുവോ? കഥ തീരും. കഥ തീരുന്നത് ഈ പെൺകുട്ടിയും പോലീസുകാരനും കൂടി ഒരുമിച്ച് കൈ കോർത്തു പിടിച്ച് നടന്നു പോകുമ്പോഴാണ്. ആ പെൺകുട്ടിയുടെ കയ്യിൽ മുയലും ഉണ്ടായിരുന്നു. കൈ കോർത്തു പിടിച്ച് നടന്ന് ഒരുമിച്ചാണ് അവർ യാത്രയാകുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഈ കഥ ആരെഴുതിയതാ? അപ്പോഴേക്കും അതറിയാൻ പാടില്ല, ഏതോ ഒരു കഥാകാരൻ. പിന്നെ അത് എഴുതിയതേ PDM എന്നാണല്ലേ? അപ്പോഴേക്കും മാഷി ചോദിച്ചു, PDMോ? പ്രഭുദേവ മാഷ്. പിന്നെ ഈ കഥയുടെ പേരും എനിക്കറിയാം, ചിപ്പിയും മഹേഷും പിന്നെ ഞാനും. അതല്ലേ ഈ കഥയുടെ പേര്. അപ്പം ഇതായിരുന്നു മനസ്സിലല്ലേ? അപ്പം ആലോചിച്ചതൊക്കെ എനിക്ക് മനസ്സിലായി. ഞാനും ചിപ്പിയും മഹേഷും രാത്രി കാറിൽ വന്നിറങ്ങുന്നു. ചിപ്പിയുടെ ബർത്ത്ഡേക്ക് അമ്മയായിട്ട് അഭിനയിച്ചു. അച്ഛനെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അച്ഛനെ ഈ വിഷയം എന്താ ചോദിക്കാത്തതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചിപ്പിക്ക് വേണ്ടിയിട്ടല്ലേ അത് ചെയ്തത് എന്ന് പ്രഭു മാഷ് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭാര്യയായിട്ട് അഭിനയിച്ചത് ചിപ്പിക്ക് വേണ്ടിയിട്ടല്ല, മഹേഷിന് വേണ്ടിയിട്ട് തന്നെയാണ്. മഹേഷിൻ്റെ അവസ്ഥ മഹേഷിനോട് പറഞ്ഞു. അവസാനത്തെ പ്രതീക്ഷയാണ് രാജേഷും ആ പ്രൊജക്റ്റും. എന്നിട്ട് മഹേഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം. പിന്നെ അച്ഛൻ പേടിക്കൊന്നും വേണ്ട, ഒരിക്കലും എൻ്റെ മനസ്സിൽ മഹേഷിൻ്റെ ചിത്രമില്ല. മഹേഷ് ഒരു ടിപ്പിക്കൽ ക്യാരക്ടറാണ്, ആർക്കും പൊരുത്തപ്പെടാനാവാത്തൊരു ക്യാരക്ടർ. എൻ്റെ റോൾ മോഡൽ എന്നും എൻ്റെ അച്ഛനാണ്, അതെൻ്റെ അഭിമാനവുമാണ്. അച്ഛൻ അറിയാത്ത ഒരു രഹസ്യവും ഞാൻ സൂക്ഷിക്കുകയില്ല. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നും എൻ്റെ അച്ഛനാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മഹേഷ് പുഞ്ചിരിക്കുകയാണ്. മഹേഷല്ല, നമ്മുടെ മാഷ് പുഞ്ചിരിക്കുക. ചിപ്പി എൻ്റെ ജീവന എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ മോളെ ഞാൻ സംശയിച്ചു എന്ന് തോന്നണുണ്ടോ? അങ്ങനെയില്ല. APJ അബ്ദുൽ കലാമിൻ്റെ ഒരു കോട്ടുണ്ട് മോളെ, എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷവും നമ്മളിൽ എന്തെങ്കിലും ചെയ്യാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ നമുക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. എൻ്റെ മോൾ ഇങ്ങനെയാ, എനിക്കറിയാം, എൻ്റെ മോൾ അങ്ങനെ തന്നെയാ എന്ന് പറഞ്ഞ് പ്രഭുമാഷ മോളെയും കുട്ടി അകത്തേക്ക് കയറിപ്പോവാം. ഇതേ സമയം നമ്മുടെ വിവേക് ഭയങ്കര വെള്ളവടി കേട്ടോ. രാത്രി ഇരുന്നിട്ട് വെള്ളവടി. കാരണം ചിന്ത മൊത്തം സുചിത്രയും വിനോദും തമ്മിലുള്ള ആ ഒരു കൂടിക്കാഴ്ചയും കൈകൊടുക്കലും ഒക്കെയാണ് കേട്ടോ. എന്തായാലും രാത്രിയിൽ വിവേകിന് സുചിത്രയെ വിളിക്കാതിരിക്കാനായില്ല. അങ്ങനെ സുചിത്രയെ വിളിച്ചു. വിവേക് എന്തായാലും ഞാൻ കോണ്ടാക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്തിട്ടില്ല, എനിക്ക് മനസ്സിലായി വിവേകാന്ന്. വിവേക് സിറ്റുവേഷനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഞാനത് ഡിലീറ്റ് ചെയ്തിട്ടില്ല. അല്ല, ഇത്രയും വർഷം മനസ്സിൽ ചുമന്ന ആളല്ലേ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും തന്നെ കാണാതിരിക്കാൻ എനിക്കാവുന്നില്ല, ഞാനൊരു മെൻ്റൽ ഡിസോർഡറിലാണ്. എന്നാൽ അത്യാവശ്യമായിട്ട് വല്ല മെൻ്റൽ ഡോക്ടറെയും കൊണ്ട് കാണിക്കുക. താനാണ് എൻ്റെ സൈക്കോളജിസ്റ്റ്, താനാണ് എനിക്ക് മരുന്ന് തരേണ്ടത്. ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഇതെനിക്ക് മനസ്സിലായി. നീ മദ്യപിച്ചിട്ടുണ്ട്, നിൻ്റെ രോഗം മെൻ്റലല്ല, സോഡിയം കുറഞ്ഞു പോയതാ, അതാണ് നിനക്ക് ഓർമ്മയില്ലാത്തത്. നമ്മൾ ബ്രേക്കപ്പായി, നമ്മൾ വേർപിരിഞ്ഞിട്ട് കുറച്ച് നാളായി. വിനോദ് എന്നെ പ്രപ്പോസ് ചെയ്തിരുന്നു, അതും നീ അറിഞ്ഞു കാണും എന്നറിഞ്ഞു. അവനെ ഞാൻ സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വിവേക് പറഞ്ഞു, ഒരിക്കലും നടക്കില്ല. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെമ്മീനിലെ കറുത്തമ്മയെ പോലെ നീ പാടി നടക്കേണ്ടി വരും. പോയി കിടന്നുറങ്ങാൻ നോക്ക്. എടീ, നീ അവനെ കെട്ടാന്ന് കരുതേ വേണ്ട, തകർത്തെറിയും ഞാൻ എന്നൊക്കെ വിവേക് പറഞ്ഞപ്പോഴേക്കും വെച്ചിട്ട് പോടാ എന്ന് പറഞ്ഞ് സുചിത്ര വിവേകാണ് വീണ്ടും എടുത്ത് കുടിക്കുക. എന്തായാലും വിവേകാണോ ദുഷ്ടൻ, വിനോദാണോ ദുഷ്ടൻ എന്നൊന്നും തിരിച്ചറിയാൻ വയ്യാത്തൊരവസ്ഥ. വിവേക് ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ലാപ്പ് ഓൺ ചെയ്തിട്ട് ഒരു വീഡിയോ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അതൊന്നെങ്കിൽ സുചിത്രയുടെ വീഡിയോ ആയിരിക്കാം. ആ വീഡിയോ ഇങ്ങനെ ബ്ലർ ചെയ്തിട്ടാട്ടോ കാണിക്കുന്നത്. അവൻ എന്നിട്ട് എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ ഇങ്ങനെ ഇരിക്കുക. സുചിത്രയാണെങ്കിൽ ആകെ ടെൻഷനിലും. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാണ് കേട്ടോ. സി ഓക്കെ, താങ്ക് യു.